നമസ്കാരം പ്രിയമുള്ളവർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. നമ്മളുടെ സംസ്ഥാനത്തെ കാലവർഷം ശക്തി ആർജിക്കുകയാണ്. ജൂൺ ആദ്യവാരം തന്നെ ഇത്തരത്തിൽ കാലവർഷം ശക്തി ആർജിക്കുന്ന സാഹചര്യം. അത് എല്ലാ മേഖലകളിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, നാളെ നിലവിൽ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ അവധി പ്രഖ്യാപനം കൂടി ഈ സമയത്ത് നടത്തുകയാണ്. അതായത് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത്. നാളെ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 3 ജില്ലകൾ നമുക്കറിയാം. കാസർഗോഡ്, അതോടൊപ്പം തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, കണ്ണൂർ ജില്ലയിലാണെങ്കിലും കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോട് ജില്ലയിലാണെങ്കിലും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഈ ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ ICSE, CBSE സിലബസുകൾ, സ്റ്റേറ്റ് സിലബസുകൾ പഠിക്കുന്ന സ്കൂളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ അവധി ബാധകമാകും. അംഗനവാടികൾക്കും അവധികൾ ബാധകമായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അവധി ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. വിദ്യാർത്ഥികളുടെ മുൻകരുതലാണ് ഇവിടെ പ്രധാനം. വിദ്യാർത്ഥികളുടെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ജില്ലാ കളക്ടർമാർ എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നുള്ളത്, ബാക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ സാധ്യത മുൻനിർത്തി ഇപ്പോൾ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മഴക്കാലമാണ്, എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ കൂടി പെരുകുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരമാവധി ജാഗ്രത പുലർത്തേണ്ടതാണ്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു കാര്യം, തുടക്കം തന്നെ അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെടും എന്നൊരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇനി അത് മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യമുള്ളത്, രാത്രി വൈകിയും ചിലപ്പോൾ ചില ജില്ലകളിലൊക്കെ അവധികൾ പ്രഖ്യാപിച്ചേക്കാം. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള ഓരോ അപ്ഡേഷനും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.